ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റെസിൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു ക്ലോക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ പല വെറൈറ്റി ഡിസൈൻസിൽ, വെറൈറ്റി ഐഡിയാസിൽ നമ്മൾ ഇനിയും ക്ലോക്കുകൾ പലതും ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു സർക്കുലർ MDF ഷീറ്റ് വേണം. ഇത് ആമസോണിൽ പല സൈസിൽ അവൈലബിൾ ആണ്. ഇനി ഒരു ബ്ലാക്ക് ഫാബ്രിക് കളർ എടുത്ത് ഇത് മൊത്തം നമുക്ക് കളർ ചെയ്യാം. അപ്പോൾ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ യൂസ് ചെയ്യുന്ന റെസിൻ പോലെ ഇരിക്കും. 1:2, 1:3 എന്നിങ്ങനെ റേഷ്യോകളിൽ റെസിൻ അവൈലബിൾ ആണ്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 1:2 റേഷ്യോയിലുള്ള റെസിനാണ്. അപ്പോൾ ഞാനിവിടെ 120 ഗ്രാം റെസിൻ ബേസും 60 ഗ്രാം ഹാർഡനറും യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് അത് നമുക്ക് 2 ഗ്ലാസ്സിലോട്ട് ആക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ വൈറ്റ് റെസിൻ പിഗ്മെൻറ്റ് എടുക്കുന്നുണ്ട്. ഇത് ഒപ്പാക് പിഗ്മെൻ്റ് ആണ്. ഇത് ഒരു ലേശം എടുത്തിട്ട് ആ ഗ്ലാസ്സിലെ റെസിനുമായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് കുറച്ച് കൂടുതൽ നേരം ഇങ്ങനെ മിക്സ് ചെയ്താൽ മാത്രമേ അത് കറക്റ്റായിട്ട് മിക്സ് ആകത്തുള്ളൂ. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ബ്ലാക്ക് കളറും മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് സമയമെടുത്ത് കുറച്ച് നേരം മിക്സ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ കറക്റ്റായിട്ടുള്ള കളർ കിട്ടത്തുള്ളൂ. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ബ്ലാക്ക് റെസിൻ ഇതിൻ്റെ പുറത്തോട്ട് ഒഴിക്കാം. അപ്പോൾ ഈ റെസിൻ ഈ ബോർഡിൽ എല്ലായിടത്തും എത്താൻ വേണ്ടി ഞാനിവിടെ ഒരു സ്റ്റിക്ക് വെച്ച് അത് എല്ലായിടത്തോട്ടും ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലൗസ് യൂസ് ചെയ്തിട്ട് ഇതിങ്ങനെ കൈവച്ച് തന്നെ പരത്താവുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ ഫുൾ ബ്ലാക്ക് റെസിൻ കവർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വൈറ്റ് എടുത്തിട്ട് ഇതിൻ്റെ പുറത്തോട്ട് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ആ ഡിസൈൻ അനുസരിച്ച് ഈ വൈറ്റ് റെസിൻ ഇതിൻ്റെ സൈഡിലായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പാണ് നമുക്ക് ഇത്തിരി കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്. ഞാനിവിടെ ഒരു ഹോട്ട് എയർ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ബ്ലോവർ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ സ്റ്റെപ്പ് കംപ്ലീറ്റ്ലി നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ചെയ്യുക. അപ്പോൾ ഈ ബ്ലോവർ ഇങ്ങനെ ഇതിൻ്റെ സൈഡിലോട്ട് കൊണ്ടുവരുമ്പോൾ ഈ റെസിനൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ആകുന്നത് കാണാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോ ഡിസൈൻസൊക്കെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇതൊന്ന് പല സൈഡിൽ നിന്നും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് നോക്കുക. അപ്പോൾ നല്ലൊരു ഡിസൈൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇനിയും ആവശ്യമെങ്കിൽ കുറച്ചുകൂടി റെസിൻസ് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ആ ഒരു ഡിസൈൻ വരുന്നവരെ നമുക്കിങ്ങനെ റിപ്പീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് വല്ല ബബിൾസും വന്നാൽ അതൊരു സ്റ്റിക്ക് വെച്ച് നമുക്കിങ്ങനെ പൊട്ടിച്ച് കളയാം. അപ്പോൾ ഇത് ആദ്യമേ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ഭയങ്കര ക്രിയേറ്റീവായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ അതങ്ങനെയല്ല. ഒന്ന് ട്രൈ ചെയ്ത് കഴിയുമ്പോൾ അത് ഈസി ആയിട്ട് തുടങ്ങും. അപ്പോൾ ഇതിൻ്റെ ആ ഹോട്ട് എയർ ഗൺ യൂസ് ചെയ്യുന്ന ആ പാർട്ടാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊന്ന് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി ഇത് കുറച്ച് നേരം സെറ്റാകാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 1 ഡേ വെച്ചായിരുന്നു. കാരണം ഇത് നമ്മൾ 1 ഡേ ആകുന്നതിന് മുമ്പ് എടുക്കുകയെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഫിംഗർ പ്രിൻ്റൊക്കെ അതുമേ പറ്റിയിരിക്കും. അപ്പോൾ ഇനി ഇതിൻ്റെ സൈഡിലുള്ള വേസ്റ്റായിട്ടുള്ള റെസിനൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്കൊരു ക്ലോക്ക് എഞ്ചിൻ വേണം. ഇതൊരു കിറ്റായിട്ട് കിട്ടും. അതിൻ്റെ നീഡിൽസും ഇതിനാവശ്യമുള്ള എല്ലാ സെറ്റും ഉണ്ടാകും. അപ്പോൾ ഈ ക്ലോക്ക് എഞ്ചിൻ വെക്കാനായിട്ട് ഞാനൊരു ബാക്ക് കവർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഓൺലൈൻ സ്റ്റോറുകളിലും ഓഫ്ലൈൻ സ്റ്റോറുകളിലും ലഭിക്കുന്നതാണ്. ക്ലോക്ക് എഞ്ചിൻ നമുക്കിനി ഈ ബാക്ക് കവറിൽ ഫിക്സ് ചെയ്യാം. ഇനി ഇത് നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആ റെസിൻ ബോർഡിലോട്ട് നമുക്ക് ഫിക്സ് ചെയ്യാം. അപ്പോൾ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ കൃത്യമായിട്ട് തന്നെ ഇത് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ കിട്ടിയിരിക്കുന്ന ആ നട്ട് തന്നെ ഞാനിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ആ നട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മുറുക്കി കൊടുക്കാം. അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് ഈ നീഡിൽസ് എല്ലാം ഫിക്സ് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് തന്നെ ആ മണിക്കൂർ സൂചി, പിന്നെ മിനിറ്റിൻ്റെ സൂചി, പിന്നെ സെക്കൻഡിൻ്റെ സൂചി, ഈ ഓർഡറിൽ തന്നെ നമുക്കത് ഫിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ക്ലോക്കിൻ്റെ നമ്പറിങ്സിന് വേണ്ടി ഞാനിവിടെ റോമൻ ലെറ്ററാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഒട്ടിക്കാനുള്ള പശയായിട്ട് ഞാനിവിടെ ഫെവിക്കോളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഓരോ നമ്പറും ക്ലോക്കിലോട്ട് ഒട്ടിച്ചു തുടങ്ങാം. അപ്പോൾ ഇനി നമുക്ക് ആദ്യം തന്നെ ഈ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും സെക്കൻഡ് സൂചിയും എല്ലാം തന്നെ നേരെയാക്കണം. എന്നിട്ട് അതിൻ്റെ നേരെ നമുക്ക് 12 എന്നുള്ള ആ നമ്പർ ഒട്ടിക്കാം. ഇനി ഇതിൻ്റെ മിനിറ്റ് സൂചി ഒരു റൗണ്ട് നമുക്കിങ്ങനെ കറക്കാം. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ആ മണിക്കൂറിൻ്റെ സൂചി 1 നമ്പർ നമ്മൾ വെക്കേണ്ട സ്ഥലത്ത് വന്ന് നിൽക്കുന്നതാണ്. അപ്പോൾ അതിന് നേരെയായിട്ട് നമുക്ക് ആ 1 നമ്പർ വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ മിനിറ്റ് സൂചി ഇനി ഒരു റൗണ്ട് കൂടി ഇനി കറക്കുമ്പോൾ അത് 2 നമ്പർ വെക്കേണ്ട ആ സ്ഥാനത്ത് വന്ന് നിൽക്കും. അപ്പോൾ അതിന് നേരെയായിട്ട് നമുക്കിനി 2 നമ്പർ കൂടി ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ക്ലോക്കിലെ നമ്പറുകൾ മൊത്തം ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം.
അപ്പോൾ ഇതിലോട്ട് ഇനി ഒരു ബാറ്ററി കൂടി വെക്കുമ്പോൾ ഇത് വർക്ക് ചെയ്ത് തുടങ്ങുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കിയ ഈ ക്ലോക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഇത് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരു ദിവസം നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ദിസ് ഈസ് മീ ഫെബിൻ പീറ്റർ സൈനിങ് ഓഫ്.